ഹായ് ഫ്രണ്ട്സ്, തൊട്ടി വിത്ത് കുട്ടീസിൻ്റെ പുതിയൊരു വ്ളോഗിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് എൻ്റെ ഒരു മോർണിംഗ് റുട്ടീനാണ് കേട്ടോ. ഞാൻ ഇതുവരെ വീഡിയോസ് ഇങ്ങനെ ഡേ ഇൻ മൈ ലൈഫ് മോർണിംഗ് റുട്ടീൻ അങ്ങനെയൊന്നും ചെയ്തിട്ടില്ല. അപ്പോൾ ഇന്ന് ആദ്യമായിട്ടൊരു മോർണിംഗ് റുട്ടീൻ ചെയ്യാമെന്ന് വിചാരിച്ചപ്പോൾ കേട്ടോ. അപ്പോൾ ഇന്ന് അലാറമൊക്കെ വെച്ച് എഴുന്നേൽക്കാനായിട്ട് പക്ഷേ നേരം വൈകി 7 മണി ആവാറായപ്പോഴാണ് എഴുന്നേറ്റത്. അപ്പോൾ വേഗം തന്നെ ഇതേ ചോറ് വെക്കാനായിട്ടുള്ള കലമൊക്കെ വെക്കണം. അപ്പം അങ്ങനെ പണികളൊക്കെ വേഗം ചട്ടുപ്പിടന്ന് ചെയ്യേണ്ടി വരും, കാരണം ലേറ്റായി ഇത്തിരി. അപ്പോൾ മിഴിക്ക് അപ്പുറത്ത് ഞാനൊരു ഇതിൽ ചൂടുവെള്ളം വെച്ചിട്ടുണ്ട് അവൾക്ക് കുടിക്കാനായിട്ട്. അപ്പോൾ അതൊക്കെ വേഗം വെച്ചിട്ട് ഞാൻ ബ്രഷ് ചെയ്യാനായിട്ട് പോവാണ് കേട്ടോ. അപ്പം അങ്ങനെ ബ്രഷൊക്കെ ചെയ്തിട്ട് വെറുതെ അവിടെ ഇങ്ങനെ ഗാർഡൻ്റെ അവിടേക്ക് പോയി നോക്കിയിട്ട് വന്നു കേട്ടോ. ഇത് നമ്മുടെ ഇവിടുത്തെ പട്ടിയാണ്. ഇതാണ് നമ്മുടെ ഒരു കുഞ്ഞൊരു മിനി ഗാർഡനാണ്. ഫുള്ളായിട്ട് സെറ്റായിട്ടില്ല, ഞങ്ങൾ സെറ്റാക്കി വരികയാണ്. പിന്നെ ഇത് നമ്മുടെ വീട്ടിൽ അരിനെല്ലിക്കയാണ്. ഇപ്പം ഉണ്ടായിട്ടുണ്ട്, അരിനെല്ലിക്കയുടെ സീസണെന്ന് തോന്നുന്നുണ്ട്. ഇപ്പോൾ ഉണ്ടായിട്ടുണ്ട്, ഇടയ്ക്കിടയ്ക്ക് ഉണ്ടാവും കേട്ടോ. അപ്പോൾ അങ്ങനെ ഇപ്പോഴത്തെ വെള്ളമൊക്കെ തിളച്ച് വന്നു കേട്ടോ, മീക്കുള്ള ചൂടുവെള്ളം. അപ്പോൾ നമ്മളിന്ന് ഇഡ്ഡലി ഉണ്ടാക്കാമെന്നാണ് വിചാരിക്കുന്നത്. ഇഡ്ഡലിക്ക് ഞാൻ മാവ് ഇന്നലെ തന്നെ അരച്ച് വെച്ചിരുന്നു. ഞാനിവിടെ പാക്കറ്റ് വാങ്ങിക്കില്ല, ഞാൻ അരയ്ക്കണതാണ് യൂസ് ചെയ്യാറ്. ഞാൻ 3 ദിവസത്തേക്കൊക്കെ അരച്ച് വയ്ക്കും. അപ്പോൾ ഒരു ദിവസം ഇഡ്ഡലി, 2 ദിവസം പിന്നെ ദോശ ഉണ്ടാക്കാനായിട്ട് അരച്ച് വയ്ക്കാറുണ്ട്. അപ്പം ഇന്ന് അധികം പൊന്തിയില്ല കേട്ടോ, കാരണം എന്താണെന്ന് വെച്ചാൽ ഞാൻ അരിപ്പൊടി കൊണ്ടാണ് ഉണ്ടാക്കിയത്, അതിൻ്റെ ഞാൻ തോന്നുന്നുണ്ട്. അധികം പൊന്തിയില്ല, പക്ഷേ ഇഡ്ഡലിയൊക്കെ നല്ല രസമുണ്ടായിരുന്നു. എനിക്ക് പൊന്തി വരാണ്ടായപ്പോൾ പേടിയായി, ഇതെന്താ ഫ്ലോപ്പ് ആവുമോ എന്നൊക്കെ വിചാരിച്ചു. വീഡിയോ എടുക്കുന്ന ദിവസം തന്നെ അങ്ങനെ ആവുമെന്ന് ചോദിച്ചാൽ, എൻ്റെ അങ്ങനെ ഫ്ലോപ്പ് ആവാറില്ല അരയ്ക്കണത്. ഒരു വട്ടം അങ്ങോട്ട് ആയിട്ടുണ്ട്, പക്ഷേ എന്തോ ഭാഗ്യത്തിന് കുഴപ്പമുണ്ടായിരുന്നില്ല, നല്ല ഇഡ്ഡലിയായിരുന്നു. അധികം പൊന്തിയില്ല എന്നുള്ളത് മാത്രമായിരുന്നു. തോന്നുന്നു പച്ചരി അല്ലാണ്ട് ഇവിടെ പച്ചരി കഴിഞ്ഞ കാരണം ഞാൻ അരിപ്പൊടി യൂസ് ചെയ്തത്, അതായിരിക്കും തോന്നുന്നു, അറിയില്ല എന്താണാവോ, അല്ലെങ്കിൽ ക്ലൈമറ്റിൻ്റെ ആയിരിക്കും. പിന്നെ അതിൽ ഞാൻ എപ്പോഴാണ് ഉപ്പ് ഇടുക കേട്ടോ. അപ്പോൾ ഉപ്പൊക്കെ ഇട്ടിട്ട് ഒന്ന് ഇളക്കിയിട്ട് ഇഡ്ഡലി വേഗം വയ്ക്കാമെന്ന് വിചാരിച്ചു. ഇഡ്ഡലി വേഗം വെച്ചിട്ടുണ്ടെങ്കിൽ 2 ട്രിപ്പ് ഞാൻ ഇഡ്ഡലി തട്ടിൽ വെക്കും. അപ്പോൾ അത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ പിന്നെ വേഗം പണികളൊക്കെ കഴിക്കാമല്ലോ എന്ന് വിചാരിച്ചു. അപ്പോൾ ഇഡ്ഡലിക്കുള്ള വെള്ളം വെക്കാനായിട്ടാണ്. അപ്പോൾ ഇഡ്ഡലിയുടെ ഇതിൽ ഞാൻ കുറച്ച് ഇങ്ങനെ വെളിച്ചെണ്ണയൊക്കെ പറ്റി കൊടുക്കും, അതൊന്നും ഇഡ്ഡലി ഒന്നും പിടിക്കാണ്ടിരിക്കാനായിട്ട്. അപ്പം അത് ഞാൻ എൻ്റെ കല്യാണത്തിന് മുന്നേ ഇഡ്ഡലി എന്ന് പറയുന്ന സാധനം കഴിക്കില്ലായിരുന്നു. എനിക്ക് മാത്രമായിട്ട് അമ്മ ദോശ ഉണ്ടാക്കി തരാറുണ്ട്. എനിക്ക് ഇഡ്ഡലി ഇഷ്ടമുണ്ടായിരുന്നില്ല. പിന്നെ കല്യാണം കഴിഞ്ഞിട്ട് പോയപ്പോഴാണ്, മാമൻ്റെ കൂടെ പോയപ്പോഴാണ് ഇഡ്ഡലി കഴിച്ചു തുടങ്ങിയത് കേട്ടോ. അവിടെ വാങ്ങിക്കണ മാവായിരുന്നു. അപ്പോൾ ആ ഇഡ്ഡലി എനിക്ക് ഭയങ്കര ഇഷ്ടമായി. പിന്നെ ഞാൻ നല്ലോണം ഇഡ്ഡലി കഴിക്കും. എനിക്കിപ്പോൾ ഭയങ്കര ദോശയേക്കാൾ ഇഷ്ടം ഇഡ്ഡലിയാണ് കേട്ടോ. പിന്നെ ഇഡ്ഡലി ഉണ്ടാക്കാനും ഭയങ്കര ഈസിയാണ്, വേഗം പണി കഴിയുമല്ലോ. ദോശ ഉണ്ടാക്കാൻ നിൽക്കുക വെച്ചിട്ടുണ്ടെങ്കിൽ കുറേ സമയം ഇങ്ങനെ പോകും. അപ്പോൾ ഏറ്റവും എളുപ്പം ഉണ്ടാക്കാനും ഏറ്റവും ഉള്ളതും ഇഡ്ഡലി ആയതുകൊണ്ട് ഞാൻ എല്ലാ ആഴ്ചയും, പിന്നെ ഇവിടെ മിഴുക്കി കൊടുക്കാനും കൂടിയിട്ടായി കാരണം എല്ലാ ആഴ്ചയും 2 വട്ടമെങ്കിലും ഇത് ഉണ്ടാക്കും കേട്ടോ. ഇഡ്ഡലി, ദോശ അങ്ങനെ ഉണ്ടാക്കും. എനിക്ക് മോർണിംഗ് റൂട്ടീൻ എങ്ങനെ എടുക്കണമെന്നൊന്നും അറിയണില്ല കേട്ടോ, കാരണം വേറെ ഒന്നും മോർണിംഗ് റൂട്ടീൻ എന്ന് പറയുമ്പോൾ നമ്മുടെ ഞാൻ മിക്കതും ഈ കിച്ചണിൽ തന്നെയായിരിക്കും മോർണിംഗ്. അപ്പോൾ അവിടത്തെല്ലാം കാണിക്കാൻ പറ്റുക, ഒരു 10 മണി വരെ അവിടെ, എന്തായാലും 10 മണി വരെ, ഒരു 9:30 വരെ അവിടെ തന്നെയായിരിക്കും പണികളൊക്കെ ആയിട്ട്. അത് കഴിഞ്ഞിട്ടാണ് പിന്നെ മിഴി എഴുന്നേറ്റിട്ട് അവളെ കുളിപ്പിക്കാനൊക്കെ നോക്കാം. ഇതിൽ അവളുടെ വോയിസ് ഇങ്ങനെ കേൾക്കുന്നുണ്ടാവും കേട്ടോ, കാരണം അവളുള്ളപ്പോഴാണ് ഞാനിത് വോയിസ് പറയണേ. ജ്യൂസ് താന്ന് പറഞ്ഞിട്ട് ഭയങ്കര വാശി പിടിക്കും അവിടെ. അപ്പോഴേക്കും നമ്മുടെ വെള്ളമൊക്കെ നമ്മൾ ചൂടായിട്ടുണ്ട് കേട്ടോ. വെള്ളം ഞാനിത് എടുക്കണത് എന്തിനാണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, ആ വെള്ളം ചൂടാകുമ്പോഴാണ് ഞാൻ അതിനാണ് ചായക്കൊക്കെ വെള്ളം എടുത്ത് മാറ്റി വയ്ക്കുക. അപ്പോൾ ഞാൻ അത് കഴിഞ്ഞിട്ട് അരിയൊക്കെ ഇട്ടു. നമ്മൾ ജക്സൺ കുക്കറിലാണ് ഒന്ന് തിളച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അതിലിറക്കി വെച്ചിട്ട് പിന്നെ ഒരു 1.5 മണിക്കൂർ കഴിയുമ്പോഴാണ് ഊറ്റുക. അത് കാരണം നമുക്ക് ഭയങ്കര ഈസിയാണ്. പിന്നെ ഈ കോവയ്ക്കൊക്കെ ഞാൻ നാളെ തലേദിവസം പിറ്റേ ദിവസം എന്ത് കറിയാണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ തലേദിവസം ഞാൻ അല്ലാതെ അരിഞ്ഞ് വെക്കാറുണ്ട്. അപ്പോൾ സാമ്പാറിനുള്ളതൊക്കെ അരിഞ്ഞ് വയ്ക്കാറുണ്ട്. ആദ്യം ഇന്ന് ഞാൻ അരിഞ്ഞ് വെച്ചില്ല, കാണിക്കേണ്ടതെന്ന് ചോദിച്ചിട്ട്. പിന്നെ കോവയ്ക്കൊക്കെ ഞാനിങ്ങനെ വാങ്ങിക്കുമ്പോൾ തന്നെ എല്ലാ വെജിറ്റബിൾസും വാങ്ങിക്കുമ്പോൾ തന്നെ ഞാനിങ്ങനെ അരിഞ്ഞ് വെച്ച് ഒരു ബോക്സിലാക്കി വെക്കും കേട്ടോ. പിന്നെ ഞാൻ കിച്ചണിൽ കയറുമ്പോൾ തന്നെ ഇങ്ങനെ പാട്ട് വയ്ക്കും, എന്നിട്ട് ഇറങ്ങുമ്പോഴാണ് ഞാൻ പാട്ട് ഓഫ് ചെയ്യും. എനിക്ക് എപ്പോഴും ഇങ്ങനെ സോങ്സ് കേൾക്കാനായിട്ട് ഭയങ്കര ഇഷ്ടമാണ്. ഞാനിവിടെ മിക്കപ്പോഴും ഇങ്ങനെ ഓരോ പണ്ടത്തെ 90s കിഡ്സാണ്, ഞാനതുകൊണ്ട് 90s സോങ്സൊക്കെ ഇങ്ങനെ എപ്പോഴും വെക്കാറുണ്ട് കേട്ടോ. അത് കേൾക്കുമ്പോൾ നമ്മളിങ്ങനെ കുക്ക് ചെയ്യുമ്പോഴൊക്കെ ഭയങ്കര ഒരു ഇത് തോന്നും, ചെയ്യാനൊക്കെ തോന്നി, നല്ലൊരു എൻജോയ്മെൻ്റ് അല്ലേ പാട്ട് കേൾക്കുമ്പോൾ.
പിന്നെ ഇത് ഞാനിപ്പോൾ സാമ്പാറിന് അരയ്ക്കാനായിട്ട് നാളികേരം വറുക്കാൻ കേട്ടോ. പിന്നെ ഇത് എൻ്റെ കയ്യമ്മ ഈ പ്രശ്നം തെറ്റാൻ ചെറുതായിട്ടൊന്ന് കീറിയതാണ്. അത് എൻ്റെ കയ്യിൽ ഞാൻ മാമൻ്റെ വീട്ടിൽ പോയപ്പോൾ ബ്രഷ് കൊണ്ടുപോയിട്ടുണ്ടായിരുന്നില്ല. അപ്പോൾ എൻ്റെ അടിയിൽ മാത്രം ഞാൻ പല്ല് കെട്ടിയിട്ടുണ്ട്. അപ്പോൾ ഞാൻ കൈ കൊണ്ട് മുകളിൽ ബ്രഷ് ചെയ്തിട്ട് ആ ഒരു ഓർമ്മയിൽ തന്നെ അടിയിലും ബ്രഷ് ചെയ്തില്ല, കൈ കൊണ്ട് തേച്ചു. അപ്പോൾ അവിടെ കമ്പി കൊണ്ട് കീറി. അതാണ് അങ്ങനെ. അപ്പോഴേക്കും നമ്മുടെ സാമ്പാറിനുള്ളതൊക്കെ അരപ്പൊക്കെ വറുത്തുണ്ട് കേട്ടോ. അപ്പോൾ ഞാനത് അടിക്കാൻ നിൽക്കാം. നമ്മുടെ കോവയ്ക്ക ഉപ്പേരി വയ്ക്കാൻ കേട്ടോ. എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ കോവയ്ക്ക ഉപ്പേരിയും ഒക്കെ. എനിക്ക് അങ്ങനത്തെ വഴുതനങ്ങ, കോവയ്ക്ക, വെണ്ടയ്ക്ക അങ്ങനത്തെ വെജിറ്റബിൾസൊക്കെ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് കഴിക്കാനായിട്ട്. പിന്നെ ഉരുളക്കിഴങ്ങും സബോളയും കൂടിയതുള്ളതും അങ്ങനത്തെയൊക്കെ, ചീര, അതൊക്കെ എനിക്കിഷ്ടമുള്ളതാണ്. ഇവിടെ ആൾക്കും ഇഷ്ടമാണ് കേട്ടോ, മിഴിക്കും അത് ഇഷ്ടമാണ്. പിന്നെ ഞാനൊരു കുപ്പി വെള്ളം ഈ മോർണിംഗ് ഈ അടുക്കളയിൽ ഈ പണികൾ ചെയ്യുന്നതിൽ കഴിക്കും. അത്രയധികം വെള്ളം ഞാൻ കുടിക്കും. അപ്പം ഞാനിത് ഇങ്ങനെ അരിഞ്ഞു വെച്ചാൽ കാരണം നമുക്ക് ഭയങ്കര ഈസിയാണ് കേട്ടോ. അപ്പം ഞാൻ വേഗം കോവയ്ക്കത് ഇപ്പം ഇത്ര ബാക്കിയുണ്ട്, പിന്നെ ഒരു ദിവസം വെക്കാമെന്ന് വെച്ചു. അധികം വെച്ചാൽ പിന്നെ പിറ്റേ ദിവസം ആകുമ്പോൾ അത് ഭയങ്കര ഇതാവും. അപ്പം ഞാൻ ആവശ്യത്തിന് വെക്കാറുള്ളൂ. അപ്പോൾ കോവയ്ക്ക ഇപ്പോൾ റെഡി ആയിട്ടുണ്ട്. പിന്നെ ഇനി അത് അടച്ച് വെച്ചിട്ട് കുറച്ച് നേരം വേവിച്ചാൽ മതി. അപ്പോഴേക്കും സാമ്പാറിനുള്ളത് ശരിയാക്കാൻ, സാമ്പാറിൻ്റെ അരപ്പൊക്കെ റെഡി ആയിട്ടുണ്ട്. അപ്പം നേരത്തെ ഞാൻ കുക്കർ വെച്ചിരുന്ന വീഡിയോ മിസ്സായി തോന്നുന്നുണ്ട്. കുക്കറിൽ ഞാൻ കഷ്ണങ്ങളൊക്കെ അരിഞ്ഞിട്ട് കുക്കർ അടിക്കാനായിട്ട് വെച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ അത് കഴിഞ്ഞിട്ട് ഇതിൽ അരപ്പൊഴിക്കും. സാമ്പാറിനൊക്കെ മുന്നിലേക്ക് അറിയാലോ. എൻ്റെയൊക്കെ സാമ്പാർ ഫസ്റ്റൊക്കെ ഞാൻ ഉണ്ടാക്കുമ്പോൾ ആദ്യമൊക്കെ വൻ ഫ്ലോപ്പായിരുന്നു. അരച്ചൊഴിക്കും സാമ്പാർ പൊടി ഇട്ടിട്ട് ഞാൻ ചെയ്യാറ്. അധികം രസമൊന്നും ഉണ്ടാവാറില്ല. പക്ഷെ ഇപ്പോൾ വെച്ച് എനിക്ക് സാമ്പാർ ഇങ്ങനെ അരച്ച് വയ്ക്കുന്ന സാമ്പാറൊക്കെ നല്ല ടേസ്റ്റ് ഉണ്ട് കേട്ടോ. നമ്മളങ്ങനെ തന്നെ ആദ്യമൊക്കെ വെക്കുമ്പോൾ ഒന്നും രസം ഉണ്ടാവില്ല. മീൻ കൂട്ടാനൊന്നും എനിക്ക് ഒട്ടും രസം ഉണ്ടാവാറില്ല. എത്ര നാളുകൾ കഴിഞ്ഞിട്ട് ഞാൻ മീൻ കൂട്ടാനൊക്കെ ശരിക്കും വെച്ചു തുടങ്ങിയത്. അപ്പം എന്നെ അറിയുന്ന ആൾക്കാർ എൻ്റെ ഈ വീഡിയോ കാണാൻ വെച്ചിട്ടുണ്ടെങ്കിൽ ഞെട്ടും. കാരണം ഞാൻ വീട്ടിലൊന്നും ഒരു പണിയെടുക്കാത്ത ഒരാളാണ് കേട്ടോ. ഇത് നമ്മുടെ നാളികേര ചമ്മന്തിയാണ് കേട്ടോ. അപ്പോൾ അങ്ങനെ വീട്ടിലൊരു പണിയെടുക്കാത്ത ഒരാൾ പിന്നെ ഇപ്പം ഇങ്ങനെയൊക്കെ പണിയെടുക്കുമെന്ന് അവർക്ക് ചിന്തിക്കാൻ സ്വപ്നം പോലും കാണാൻ പറ്റുന്നുണ്ടാവില്ല. അപ്പോൾ ഞാൻ ചെയ്യുന്നുണ്ട്, കണ്ടില്ലേ, ഞാനാണ് എൻ്റെ വീട്ടിലൊക്കെ ചെയ്യുന്നത്. പക്ഷേ ഇവിടെയൊക്കെ എന്തും ചെയ്യാം. പക്ഷേ നമുക്ക് നമ്മുടെ വീട്ടിൽ പോകുമ്പോൾ എനിക്ക് ഭയങ്കര മടിയാണ്. വീട്ടിൽ പോയിട്ടുണ്ടെങ്കിൽ ഒന്നും ചെയ്യില്ല, ഞാൻ ഭയങ്കര മടിയാണ്. പിന്നെ അമ്മയ്ക്ക് വയ്യാണ്ടായിരിക്കുന്ന സമയത്ത് ചേച്ചിമാരും ഇല്ലെങ്കിൽ ഞാൻ ചെയ്യും. ചേച്ചിമാർ 2 പേരുള്ള കാരണം ഒന്നും കൂടി എനിക്ക് എക്സ്ക്യൂസാണ്. പിന്നെ വല്ല വിശേഷങ്ങളൊക്കെ ഉണ്ടെങ്കിൽ അമ്മായിമാരുണ്ടാവും. അപ്പോൾ പിന്നെ ഞാൻ ആ വശത്തേക്കൊന്നും തിരിഞ്ഞോക്കേ ഇല്ല. അവരെന്നെ എല്ലാം ചെയ്യുക. പിന്നെ ഇപ്പം ഇതാണ് നമ്മുടെ അടുക്കളയിലത്തെ അവസ്ഥ. നമ്മളിപ്പം അല്ലാതെ ഇങ്ങനെ ഇതായിട്ട് കിടക്കില്ലേ പണികൾ എടുക്കുമ്പോൾ. അപ്പോൾ ഇനിയിപ്പോൾ നാളികേര ചമ്മന്തി ഉണ്ടാക്കി. ഇനിയും തക്കാളി സബോളയൊക്കെ ഇട്ടൊരു ചമ്മന്തിയില്ലേ, അതെനിക്ക് ഭയങ്കര ഇഷ്ടമുള്ളതാട്ടോ. അപ്പോൾ അത് ഉണ്ടാക്കാനായിട്ട് അരിഞ്ഞു വെച്ചിട്ടുണ്ട്. വേഗം എൻ്റെ പണികൾ കഴിഞ്ഞാൽ നല്ല സ്പീഡിലെടുക്കും. അത് കാരണം വേഗം കഴിയും. ഇപ്പോൾ മാവ് ബാക്കിയുണ്ട് നമ്മുടെ ഇഡ്ഡലി ഉണ്ടാക്കി കഴിഞ്ഞിട്ട്. അപ്പം ഞാൻ മാവ് വേറൊരു ഇതിലാക്കിയിട്ട് ഇങ്ങനെ ഫ്രിഡ്ജിലേക്ക് എടുത്ത് വെക്കും. ഗ്യാസ് ഞാൻ ഇങ്ങനെ ഓരോന്ന് കഴിയുമ്പോൾ ഓരോന്ന് ഇങ്ങനെ വെച്ചുകൊണ്ടിരിക്കും. ഇപ്പം ഞാൻ ചായ വെച്ചിട്ടുണ്ട് കേട്ടോ. ഇപ്പുറത്ത് കോവയ്ക്ക ഉപ്പേരി ഉണ്ട്, അല്ലെങ്കിൽ വേഗം കഴിയില്ലല്ലോ. പിന്നെ ഇപ്പോൾ മാവ് സെറ്റാക്കിയിട്ട് അത് എടുത്തിട്ട് ഫ്രിഡ്ജിലേക്ക് വെക്കും കേട്ടോ. ചായക്ക് ഞങ്ങളിവിടെ കട്ടൻ ചായയാണ് കേട്ടോ വയ്ക്കുക. അത് തീരെ കടുപ്പുണ്ടാവില്ല, ഒട്ടും കടുപ്പില്ലാണ്ടാണ് ഞങ്ങൾക്ക് ചായ കുടിക്കുന്നത് ഇഷ്ടം. പിന്നെ ഇപ്പം നമ്മുടെ കോവയ്ക്കുപ്പേരി നമ്മുടെ റെഡി ആയിട്ടുണ്ട്. അപ്പോൾ കോവയ്ക്കുപ്പേരി ഇത് നമ്മുടെ സാമ്പാറും റെഡി ആയിട്ടുണ്ട് കേട്ടോ. സാമ്പാർ നല്ല രസമുണ്ടായിരുന്നു. ഇപ്പം നമ്മൾ ഇത് ഈ സബോളയും തക്കാളിയൊക്കെ ഇട്ടിട്ട് ഒരു ചമ്മന്തിയില്ലേ, ചുമപ്പ കളറായിരിക്കുന്ന ചമ്മന്തി, അത് ഇഡ്ഡലിക്ക് വേണ്ടിയിട്ട് അത് ആക്കി വെക്കാം കേട്ടോ. കടുകൊക്കെ പൊട്ടിച്ചിട്ട് സാമ്പാർ നല്ല രസമുണ്ട്. സാമ്പാർ ഞാനിപ്പോൾ എപ്പോഴും അങ്ങനെ വെക്കാറില്ല. കാരണം സാമ്പാർ ഈ ദോശയ്ക്ക് ഇഡ്ഡലിക്ക് മാത്രമായിട്ട് വെക്കണത്, അല്ലാണ്ട് ഇവിടെ ആരും കഴിക്കാറൊന്നുമില്ല. പക്ഷേ ഈ വട്ടത്തെ സാമ്പാർ നല്ല രസമുണ്ടായിരുന്നു. എല്ലാ വട്ടം അങ്ങനെ ആവണമെന്നില്ല കേട്ടോ. ഇപ്പം നമ്മളൊരു മൺകലത്തിൽ ആണ് കേട്ടോ സാമ്പാർ വെക്കും. ഞാൻ ആദ്യം കുക്കറിൽ തന്നെ വെക്കണമായിരുന്നു, എനിക്ക് അറിയണ്ടായിരുന്നില്ല. അപ്പം അത് കുക്കറിൻ്റെ കളറൊക്കെ കറിയൊക്കെ ആവായിരുന്നു. ഇപ്പം ഞാൻ മൺകലത്തിൽ വെച്ച് തുടങ്ങി. പിന്നെ നമ്മൾ അടുക്കള ക്ലീൻ ചെയ്തു. ഞാൻ പണി കഴിയുമ്പോൾ അപ്പം തന്നെ അടുക്കള ക്ലീൻ ചെയ്തിട്ട് കേട്ടോ. എനിക്ക് എപ്പോഴും അടുക്കള ഭയങ്കര നീറ്റായിട്ട് ഇരിക്കണം എന്നൊരിതുണ്ട്. അത് കാരണം ഞാൻ കഴിയണേക്കാൾ മുമ്പ് തന്നെ ക്ലീൻ ചെയ്തുകൊണ്ടിരിക്കാറുണ്ട്. ഇന്നിപ്പോൾ വീഡിയോയും ഇതാവണ കാരണമാണ്. അപ്പോൾ എല്ലാതും തുടച്ച് എല്ലാ വേസ്റ്റൊക്കെ കളഞ്ഞ്
ഒക്കെ ക്ലീൻ ചെയ്തിട്ട് ഇപ്പം ഞാൻ എന്തൊക്കെയാണ് സംഭവങ്ങളെന്ന് ഇങ്ങനെ കാണിക്കുകയാണ്. എന്തൊക്കെയാണ് വെച്ചത്. ഞാനിങ്ങനെ തന്നെയാണ് കേട്ടോ, എന്നും കറികളൊക്കെ വെച്ചിട്ട് ഞാൻ തന്നെയാണല്ലോ വെച്ചത് എന്നുള്ളൊരു ഇത് നോക്കിക്കൊണ്ടിരിക്കാറുണ്ട്. അപ്പം നമ്മുടെ അടുത്ത പരിപാടി ചോറ് കൂട്ടാനായിട്ട് വെച്ചിട്ടുണ്ട്. ഇതാകുമ്പോൾ ഭയങ്കര ഈസിയാണ് കേട്ടോ, അതിൽ ഇറക്കി വയ്ക്കുക, വേഗം പണി കഴിഞ്ഞോളും. പിന്നെ നമ്മുടെ ഇഡ്ഡലി, പിന്നെ ഈ ചുമന്ന ചട്നിയിലെ ചമ്മന്തി, പിന്നെ നാളികേര ചമ്മന്തി, പിന്നെ സാമ്പാർ. അപ്പം ഇന്നത്തെ ബ്രേക്ക്ഫാസ്റ്റ് ഇതാണ് കേട്ടോ. പിന്നെ ഇത് ആൾക്ക് കൊണ്ടുപോകാനായിട്ട്, എൻ്റെ ഹസ്ബൻഡിന് കൊണ്ടുപോകാനായിട്ട് ചോറാക്കി വെച്ച് നോക്കണം. പിന്നെ ഇതേ ചേച്ചിമാരങ്ങനെ വിളിച്ചുകൊണ്ടിരിക്കും. ഇപ്പോൾ ഒക്കെ രാവിലെ തന്നെ അവരോട് ഇങ്ങനെ സംസാരിക്കണം. ഞങ്ങൾ 3 പേരും എപ്പോഴും വീഡിയോ കോൾ ഇങ്ങനെ ചെയ്തുകൊണ്ടിരിക്കും കേട്ടോ. അപ്പോൾ അവർ ഉന്തിച്ച് കഴിക്കുകയാണ്, മുത്തിച്ച് ഇതിങ്ങനെ വർത്താനം ഞങ്ങൾ പറയുന്നു വീഡിയോ കാണിക്കാമെന്നൊക്കെ. അപ്പം പിന്നെ ഞാനതൊക്കെ കഴിഞ്ഞു. അപ്പോഴും നമ്മുടെ ആൾക്കാരൊന്നും ഇട്ടിട്ടില്ല കേട്ടോ. അപ്പം ഞാൻ അത് കഴിഞ്ഞിട്ട് അവരോട് സംസാരിച്ചുകൊണ്ടിരിക്കൽ തന്നെ ഇങ്ങനെ പുറത്തേക്കൊക്കെ ഇറങ്ങി ഒന്ന് വെറുതെ ഇങ്ങനെയൊക്കെ ഒന്ന് ഇറങ്ങും. കാരണം എനിക്ക് ഇപ്പോഴാണ് ഇറങ്ങാൻ പറ്റുള്ളൂ. കാരണം മിഴി ഏറ്റ് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ മിഴീനെ ഇവിടേക്ക് ഇറക്കാൻ പറ്റില്ല. മിഴി ഏറ്റുണ്ടെങ്കിൽ ഈ പൂവൊക്കെ പൊട്ടിച്ച് കളയും. അതുകൊണ്ട് അവളെ ഞാൻ അധികം ഒന്നും അവിടെ നിർത്താറില്ല. പിന്നെന്താ, ഞാൻ മാങ്ങ പോയി നോക്കിയതാട്ടോ. അപ്പോൾ ഒരു മാങ്ങ ഉണ്ടായിട്ടുണ്ട്. അപ്പോൾ അത് കാണിക്കാനായിട്ട് എടുക്കാൻ വന്ന ഇതാണ് കേട്ടോ മാങ്ങ. ഇതിൽ അധികം മാങ്ങ ഒരു 5-6 ഉണ്ടായിട്ടുള്ളൂ എന്ന് തോന്നുന്നുണ്ട്. ഇത് ഭയങ്കര രസമാട്ടാ ഈ മാങ്ങ. അത് ഏതാ മാങ്ങ എന്ന് എനിക്ക് പറയാൻ അറിയില്ല. പക്ഷെ ഞാൻ അധികം കഴിച്ചിട്ടില്ല, ഒരു മാങ്ങ അങ്ങോട്ട് കഴിച്ചിട്ടുള്ളൂ. അപ്പോൾ ഇതിലാണ് പ്രതീക്ഷ, നമുക്ക് കിട്ടിയിട്ടില്ല. അപ്പോൾ ഇതെങ്കിലും കഴിക്കാൻ പറ്റിയാൽ മതിയായിരിക്കും. പിന്നെ അത് നമ്മൾ നട്ട പേര കേട്ടോ, ഹസ്ബൻഡ് നട്ട പേര. ഈ പേരയ്ക്ക് നമുക്ക് 2 വലുത് നമ്മൾ മുറിച്ചെടുത്തിട്ടുണ്ടായിരുന്നു. നല്ല പേരയ്ക്കായിരുന്നു. ഇപ്പോൾ അതേ കുറേ കുട്ടി പേരക്കകൾ ഉണ്ടാവുന്നുണ്ട്. ഇത് റെമ്പൂട്ടാനാണ്. ഇത് പിന്നെ ഞാൻ ബ്രേക്ക്ഫാസ്റ്റ് കഴിച്ച് ഇട്ട് മിരീനെ നോക്കാൻ പോവാണ്. മിരി എഴുന്നേറ്റോ നോക്കാൻ പോവാണ് കേട്ടോ. മിരി എഴുന്നേക്കണേക്കാൾ മുമ്പ് ഞാൻ ബ്രേക്ക്ഫാസ്റ്റൊക്കെ കഴിച്ചിരിക്കും, അല്ലെങ്കിൽ എനിക്ക് കഴിക്കാനൊന്നും പറ്റില്ല, അവളുടെ പിന്നാലെ നടക്കേണ്ടി വരും. അത് കാരണം ഞാൻ വേഗം കഴിക്കും കേട്ടോ. അപ്പോൾ അവൾ എണീക്കണില്ല, അവൾ ഭയങ്കര ലേറ്റായിട്ട് എണീക്കുക. വിളിച്ചാലൊന്നും ആൾ എണീക്കുന്നില്ല, ആളുടെ ഉറക്കം മതിയായിട്ട് ആൾ എണീക്കണം. അപ്പോൾ ചേച്ചിമാരെപ്പോഴും വീഡിയോ കോൾ ഇങ്ങനെ അവിടെ നിന്നൊക്കെ വർത്തമാനം പറയുന്നുണ്ട് കേട്ടോ. ഞാൻ ഫോണും കൊണ്ടാണ് ഇങ്ങനെ നടക്കുന്നത്. അവരെ വർത്തമാനം കേൾക്കും, ഞാൻ വർത്തമാനം പറയും. പിന്നെ കുറേ നേരം ഇങ്ങനെ നീണ്ടു നിൽക്കും, ഓരോരുത്തരുടെ വിശേഷങ്ങളും പിള്ളേരുടെ കേസുകളും അങ്ങനെ ഒക്കെ കുറേ ഞങ്ങളിങ്ങനെ സംസാരിക്കും. അപ്പോൾ ഫോണും കൊണ്ടതാണ് നടക്കണം. അവർ വീഡിയോ കോൾ ചെയ്തിട്ടുണ്ട്. അപ്പോഴേക്കും മിഴി എഴുന്നേറ്റപ്പോൾ എൻ്റെ അടുത്ത് ചോദിക്കണത് അച്ഛനെ എവിടെയാണെന്നാണ് ചോദിക്കണേ കേട്ടോ. അച്ഛൻ പോയി, ആൾ എഴുന്നേറ്റ് അപ്പം എന്നെ ചോദിക്കണ ഒരു കാര്യമാണ് അച്ഛനെ. ആളൊരു അച്ഛൻകുട്ടിയാണ്. അപ്പോൾ അച്ഛൻ പോയിന്ന് അങ്ങനെ പറഞ്ഞിട്ടുണ്ടെങ്കിൽ ആൾക്ക് ഭയങ്കര സങ്കടവും. അപ്പോൾ അച്ഛനെ നോക്കാനായിട്ട് എണീറ്റ് ഓടൂട്ടാ. വേഗം തന്നെ അച്ഛനെ കണ്ടില്ലെങ്കിൽ ചിലപ്പോൾ ഇവിടെ എഴുന്നേക്കില്ല, അപ്പോഴേക്കും ആൾ പോയിട്ടുണ്ടാവും. അപ്പോൾ ആൾക്ക് ഭയങ്കര സങ്കടവും ഭയങ്കര കരച്ചിലൊക്കെയാവും കണ്ടില്ലെങ്കിൽ. അപ്പോൾ നോക്കുക, ശബ്ദമൊന്നും കേൾക്കണില്ല. അപ്പോൾ എവിടെ ഉണ്ടോയെന്ന് നോക്കണം. എനിക്ക് ഈ പിള്ളേർ രാവിലെ എഴുന്നേക്കില്ലേ, അപ്പോൾ എനിക്ക് ഭയങ്കര ഇഷ്ടം. പിന്നെ ഇഷ്ടമല്ല എന്നല്ല, ഭയങ്കര പ്രത്യേക തരം ഒരു ഇഷ്ടമുണ്ടാവും. അവർ എഴുന്നേക്കുന്നതൊക്കെ നോക്കിയിരിക്കും ഞാൻ. പിന്നെ എഴുന്നേറ്റ് കഴിഞ്ഞാലും എൻ്റെ ചേച്ചിമാരുടെ പിള്ളേർ ചെറുപ്പത്തിലും അങ്ങനെ അവർ എഴുന്നേക്കുന്നത് നോക്കിയിരിക്കും. അവർ എഴുന്നേറ്റ് വരാനായിട്ട് ഭയങ്കര ഇഷ്ടവും. കുറച്ച് നേരം ഉണ്ടാവുള്ളൂ ആ ഇഷ്ടം, പിന്നെ ഒരു സ്വഭാവം എടുക്കും, നമ്മുടെ സ്വഭാവം മാറും. പക്ഷെ ആ ഒരു ഇത് രാവിലത്തെ അവർ എഴുന്നേറ്റ് വരുമ്പോഴൊക്കെ നല്ല രസമല്ലേ. ഇപ്പോൾ ഇത് അച്ഛനെ കണ്ടു കേട്ടോ. അപ്പോൾ കണ്ടപ്പോൾ വീണ്ടും ആൾ പോയി കെടുക്കുകയാണ്. ഇനി അച്ഛൻ വരണം ഒന്ന് കൊഞ്ചിപ്പിക്കാനൊക്കെ ആയിട്ട്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ആൾ വീണ്ടും അവിടെ പോയിട്ട് ഇതേക്ക് എടുക്കും. എന്നിട്ട് അച്ഛൻ വന്നാലാണ് ഇനി ആൾ എഴുന്നേറ്റ് വരുള്ളൂ. പിന്നെ രാവിലെ തന്നെ ഞാൻ തീരെ ബെഡൊക്കെ ഇങ്ങനെ കിടക്കുമ്പോൾ ഒക്കെ ആകെ ചുളിഞ്ഞ് ഇതൊക്കെ ആയിട്ടല്ലേ കിടക്കുക. അപ്പോൾ അതൊക്കെ ഒന്ന് വൃത്തിയാക്കി നീറ്റാക്കിയിട്ട് ഇടാൻ നോക്കി. എനിക്ക് എപ്പോഴും ബെഡ് നീറ്റായിട്ട് ഇടണമെന്നൊരു ഇതുണ്ട്. ക്രാവ് ഒന്ന് കളിച്ചാലും അത് കഴിഞ്ഞ് പോയാലും ഞാൻ വേഗം അപ്പം തന്നെ ക്രാവ് ഒന്നാമത്തത് ഞാൻ അവിടെ ബെഡ് എടുത്ത് കളിപ്പിക്കാറൊന്നുമില്ല. എപ്പോഴും എനിക്ക് റൂം ഇങ്ങനെ എപ്പോഴും നീറ്റായിട്ട് കിടക്കണം കേട്ടോ. അപ്പോൾ പിന്നെ ഇതേ മിഴി അവിടെ ആയിരുന്നു എഴുതാണ്. നല്ല സൂപ്പർ മാർക്കറ്റിൽ പോയപ്പോൾ ഞങ്ങളൊരു കളർ പെൻസിൽ അവൾക്ക് വാങ്ങിച്ചു കൊടുത്തിട്ടുണ്ടായിരുന്നു. അവൾക്ക് എപ്പോഴും വരയ്ക്കലും എഴുതലും ഒക്കെയാണ്. ആളെന്തെങ്കിലും വർക്ക് ചെയ്യുമ്പോൾ അതേപോലെ തന്നെ അവൾക്കും ചെയ്യണം, അങ്ങനെ ചെയ്യുന്നത്. അപ്പോൾ അവൾക്ക് ഒരെണ്ണം വാങ്ങിച്ചു കൊടുത്താണ്. പക്ഷെ അവൾ ആ ബുക്കിൽ ചെയ്യില്ല, അവൾ അവിടെ ചുമരുമയൊക്കെ അങ്ങനെ വരച്ച് കോരി നടക്കുള്ളൂ. അപ്പം ഞാൻ എടുത്തിങ്ങനെ കൊഞ്ചിക്കാൻ നിൽക്കുകയാണ്. പക്ഷെ ആൾക്ക് ഇഷ്ടപ്പെട്ടില്ല, ആൾ വേഗം ഇറങ്ങി. പിന്നെ ഇപ്പോൾ ദേ അച്ഛൻ പോവാൻ നിൽക്കുകയാണ് കേട്ടോ. അപ്പം അച്ഛൻ പോവാൻ നിൽക്കുമ്പോൾ മുറ്റത്തേക്ക് കുറച്ച് നേരം ഞങ്ങളിങ്ങനെ ഇറങ്ങും.
ഇത് മാങ്ങ കാണിക്കുകയാണ്. അവൾ എന്നും ഈ മാങ്ങ കാണിച്ചിട്ട് വേണം മാങ്ങ പൊട്ടിക്കമ്മ എന്നൊക്കെ പറയും. അപ്പോൾ ഞാൻ ആയിട്ടില്ല എന്ന് പറഞ്ഞിട്ട് നിൽക്കുകയാണ്. അവൾക്ക് മാങ്ങ ചക്കയൊക്കെ ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ. പക്ഷെ ഇത് പൊട്ടിക്കാനുള്ളൊരു ഇതല്ലാണ്ട് വലിയ താല്പര്യമൊന്നും ആയിട്ടൊന്നല്ല ആൾക്ക്. പിന്നെ ഞങ്ങൾ രണ്ടുപേരും പോണ നേരത്തെ ഒരു ഫോട്ടോ എടുക്കാനൊക്കെ ആയിട്ട് പിടിച്ച് നിർത്തിയതാണ്. കുറേ പറഞ്ഞിട്ടാണ് പിടിച്ച് നിർത്തിയത്. ആളിങ്ങനെ വരാനായിട്ട് തീരെ താല്പര്യമില്ല. എന്നാലും ഞാൻ നിർബന്ധിച്ചിട്ട് പിടിച്ച് നിർത്തിയതാട്ടോ ഫോട്ടോ എടുക്കാനായിട്ട്. മിഴി നീ വെയിറ്റ് ചെയ്യും. മീര് അച്ഛൻ വരണ വരെ വെയിറ്റ് ചെയ്തുകൊണ്ടിരിക്കും. ഇടയ്ക്കിടയ്ക്ക് ചോദിക്കും, അച്ഛൻ വന്നാ. ആൾക്ക് വണ്ടിയുടെ ശബ്ദമൊക്കെ അറിയാം. അതേപോലത്തെ വണ്ടി എങ്ങനെ പോകണ്ടെങ്കിൽ അപ്പം ചോദിക്കും. ഇത് പിന്നെ ഞാൻ കുറച്ച് ഫോട്ടോസ് കഴിച്ചത് ഞങ്ങളുടെ എന്തെങ്കിലും ചെയ്തിട്ടിൻ്റെ ഫോട്ടോസാണ്. ഇത് മിഴി ഉണ്ടായിട്ട്, ഇത് കല്യാണത്തിൻ്റെ. അപ്പോൾ ഇങ്ങനെ വെറുതെ ഫോട്ടോസൊക്കെ ഞാൻ ഇങ്ങനെ കാണിച്ചെന്താട്ടാ. മിഴി ഞാനിവിടെ തന്നെ കാരണം അവൾക്ക് ഭയങ്കര ബോറടിക്കും. അപ്പോൾ പിന്നെ ഇവർ വരുമ്പോഴല്ലേ അച്ഛനും ആളും വരുമ്പോഴാണ് പിന്നെ ഒരു നേരം പോക്ക് ഉണ്ടാവുള്ളൂ അവൾക്ക്. അതുവരെ ഇങ്ങനെ ഇടയ്ക്ക് TV കാണും. പിന്നെ എൻ്റെ ഒപ്പം കളിക്കലല്ലേ ഉള്ളൂ. പോകുമ്പോൾ ഭയങ്കര വിഷമമാണ് ആൾക്ക്. ചിലപ്പോൾ കരയും. ചിലപ്പോൾ കരയെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ബൈക്കമ്മ കയറിയിട്ട് ഒരു റൗണ്ട് അടിക്കണം. എല്ലാ കുട്ടികളും അങ്ങനെ തന്നെയാന്ന് തോന്നുന്നുണ്ട് വരാം. ചില ദിവസങ്ങൾ ഒരു കുഴപ്പമുണ്ടാവില്ല. ചില ദിവസങ്ങൾ ആൾ കൂളായിട്ട് ടാറ്റൊക്കെ കൊടുക്കട്ടോ. അപ്പോൾ എൻ്റെ ഒരു മോർണിംഗ് റുട്ടീൻ എന്ന് പറഞ്ഞാൽ ഇങ്ങനെയൊക്കെ തന്നെയായിരിക്കും എല്ലാ ദിവസവും പണികളും ഇതൊക്കെ. അപ്പോൾ എല്ലാവർക്കും എൻ്റെ വീഡിയോ ഇഷ്ടമായെങ്കിൽ എല്ലാവരും ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, ഷെയർ ചെയ്യുക. അപ്പോൾ ഇത് ഇഷ്ടമായെങ്കിൽ ഞാൻ ഇതേപോലത്തെ മോർണിംഗ് റുട്ടീനും ഡേ മൈ ലൈഫൊക്കെ ഇടുന്നുണ്ട് കേട്ടോ. ഞാനും ചേച്ചിയൊക്കെ ഇടാം. അപ്പോൾ നമ്മുടെ ചാനൽ എല്ലാവരും സപ്പോർട്ട് ചെയ്യണേ. ഓക്കെ ഫ്രണ്ട്സ്, ബൈ.